செஞ்சுட்டாலே காதல் அம்பு விட்டு என்ன செஞ்சுட்டாலே எனக்கு நீ ஈஸியெல்லாம் பேசி பேசி கரெக்ட் பண்ணுவேன் ஒவ்வொரு பண்ணி அலையாம பிரியாம ஜழகிற காதலே வேணாம் வேணாம் எனக்கு உன் ஜாதகமோ வேணாம் ஒப்பாம சம்மதமோ வேணாம் உனக்கு நித்த சேர்த்து வச்ச சொத்து சொகம் எதுவுமே வேணாமா வேணாம் வேணாம் உள்ளம் திண்டாடுதே உன்னை கொண்டாடுதே உன்னை பார்க்க 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 மனம் தள்ளாடுதே உள்ளம் திண்டாடுதே என்ன பந்தாடுதே உன்னை தேடி 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 நெஞ்சு அல்லாடுதே കിടക്കണ കിടപ്പ് കണ്ടില്ലേ എന്റെ ഓർക്കം കളഞ്ഞിട്ട് കണ്ടാ പറയൂ ഇത്രയും ഒപ്പിച്ച് വെച്ചിട്ടാ കിടക്കണേന്ന്. എന്റെ പൊന്നെ ഭർത്താവ്, എനിക്ക് ഇവളോടൊപ്പം എന്റെ ഇഷ്ടം എന്ന് തുറന്നു പറയാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്റെ പൊന്നെ 10-20 കൊല്ലായി ഇതുവരെ. അതിനുള്ള ധൈര്യം മാത്രം നീ എന്താ എനിക്ക് തരാത്ത? നീ ഇത് വല്ലതും അറിയുന്നുണ്ട് ഒരു തന്നെ? ഒരുത്തൻ അവന്റെ 15ാമത്തെ വയസ്സ് തൊട്ട് നിന്നെ കാണാൻ വേണ്ടി ഡെയിലി ഒരു ദിവസം പോലും വിടാണ്ട് ഇതുപോലെ കഷ്ടപ്പെട്ട് മതിലടി വരുന്നതും നീ ഉറങ്ങിക്കിടക്കുന്നതും മണിക്കൂറോളം ഇരുന്ന് കാണുന്നതും വല്ലതും അറിയുന്നുണ്ടോ നീ? എവിടെ അറിയാൻ, ആരറിയാൻ? എന്നാടി എനിക്ക് ഇതൊക്കെ നിന്നോട് പറയാൻ പറ്റുക? എൻ്റെ ചൈൽഡ്ഹുഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും എപ്പോഴും ഓർക്കാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമുള്ളൂ, അത് നീയാ. എന്നോടുള്ള എൻ്റെ ഇഷ്ടം കുറച്ച് ക്രിഞ്ച് ആവുന്നില്ലേ? ക്രിഞ്ചില്ലാത്ത എന്ത് പ്രണയം നമ്മളെവിടെയാ പറഞ്ഞു നിർത്തിയ? ഇഷ്ടം, നിന്നോടുള്ള ഇഷ്ടം എനിക്കറിയോന്ന് നിനക്കറിയാം, നിനക്കറിയോന്ന് എനിക്കും അറിയില്ല. എന്നാൽ നമുക്കിടയിൽ നിനക്കും എനിക്കും അറിയാതെ വേറെ ആർക്കെങ്കിലും അറിയുന്നുള്ളത് ആർക്കും അറിയില്ല. എന്തൊക്കെയായാലും എനിക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് എന്നെ ഒരുപാട് ഇഷ്ടം. ഇവള് കേക്കണില്ലല്ലേ? എന്റെ ദൈവമേ, ഇവളും കേക്കല്ലേ? ആഹാ, കിടക്കണ കിടപ്പ് കണ്ട കടിച്ച് തിന്നാൻ തോന്നുന്നുണ്ട് എനിക്ക്. താറാവൂട്ടിന്റെ മോന്തയും വെച്ചിട്ട് അവള് കരാട്ടയും പഠിക്കാൻ പോയി. ഇവിടെ വരുമ്പോണ്ടല്ലോ തിരിച്ചു പോവാൻ തോന്നില്ല, ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും. കളിക്കാൻ കൂട്ടോ? ഇല്ല, നിന്നെ കളിക്കാൻ കൂട്ടൂല. ഞങ്ങള് ബിഗ് ബോയ്സ് കളിക്കുന്നതിന്റെ കൂടെ നീ എന്തിനാ വരുന്നേ? നീ ചെറിയ കുട്ടിയല്ലേ, നീ പോയി അമ്മയുടെ കൂടെ കളിച്ചോ. അതിന് അമ്മ ഇവിടെ ഇല്ല, അവള് കുളിക്കാൻ പോയി. അതുകൊണ്ടല്ലേ, ഒന്ന് കൂട്ടോ പ്ലീസ്. എന്നാ വാ കൂട്ടാം. ഏട്ടാ, ഇവിടെ നമ്മൾ എങ്ങനെ കൂട്ടാനാ? നമ്മൾ ഇപ്പൊ മാഫിയ കളിയല്ലേ കളിക്കുന്നേ? അതില് ഇപ്പൊ തന്നെ 4 ഹീറോസ് ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഒരു ഹീറോ കൂടി വന്നതിന് ഹീറോസ് മാത്രമായി പോവില്ലേ? അത് ശരിയാ, അപ്പൊ അവളെ ഹീറോ ആക്കാൻ പറ്റില്ല. എന്നാ നീ ഒരു കാര്യം ചെയ്യും, ഇവരുടെ വൈഫാക്കാൻ പറ്റില്ല, കാരണം ഇവരുടെ സിസ്റ്റർ അല്ലേ നീ. പിന്നെ എനിക്ക് ആൾറെഡി വൈഫ് ഉണ്ട്, ഇനി ഇല്ലാത്തത് നോഹയ്ക്കല്ലേ. എന്നൊരു കാര്യം നോഹന്റെ വൈഫായിക്കോട്ടെ. അതെങ്ങനെ ശരിയാവും? നീയല്ലേ പറഞ്ഞേ നീ വലിയ കുട്ടിയായ ഇവളെ മാരേജ് ചെയ്യുന്നു, അപ്പൊ പിന്നെ നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ആവുന്നതിന് കാര്യമുണ്ട്. പക്ഷെ ഇവരത് അങ്ങനെയല്ലല്ലോ. ഇതാ മണ്ട,
നമ്മള് വലുതായ നോഹയ്ക്ക് അയഞ്ചലിനെ കല്യാണം കഴിപ്പിച്ച് കൊടുത്താ പോരെ, പ്രശ്നം കഴിഞ്ഞില്ലേ? അത് പറ്റൂല. അതെവിടുന്നാ? പറ്റൂലെന്ന് പറഞ്ഞാ പറ്റൂല. ഏഞ്ചലി ഇവന്റെ മാത്രം സിസ്റ്റർ അല്ല, എന്റെ കൂടി സിസ്റ്റർ അല്ലേ. ഈ മരത്തലയിലേക്ക് എന്റെ സിസ്റ്ററിന് കൊടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല, കൊടുക്കാൻ പറ്റൂല. ഞാൻ ഈ മരത്തലേന്ന് ഏഞ്ചലിനെ കെട്ടിച്ച് കൊടുക്കില്ല. അങ്ങനെ ഞാൻ സംഭവിച്ച ഞാൻ ഇവനെ വെട്ടിക്കൂതി പത്തിക്കിട്ട് കൊടുക്കും. ശാപം. ഇവൻ ഒറ്റരുത്തൻ കാരണം നിന്നോടിത് പറയാൻ ഇത്രേ ലേറ്റ് ആയത്. മര്യാദക്കൊരു സ്വപ്നം പോലും കാണാൻ പറ്റില്ല. തേണ്ടി പോയി നമ്മോട് പോയി, ഞാൻ പോവാ. സൂക്ഷിച്ചൊക്കെ നിക്കണം. അവിടെ കിടന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, വാടനൊന്നും പറയരുത്. എല്ലാം പറഞ്ഞ് മൂളി കേക്കുണ്ട്. എന്താ എന്തോ. എന്നാ ശരി, ഞാൻ എവിടെയെങ്കിലും ലോഡ്ജ് നോക്കി കയറട്ടെ. ടാക്സി. ഇവനെന്താ ഇവിടെ? സാർ കേറുന്നില്ലേ? എങ്ങോട്ടാ പോവണ്ടേന്ന് പറഞ്ഞില്ല. അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിലോട്ട് കൊണ്ടുപോകോ? സ്റ്റേക്ക് വേണ്ടിയിട്ടാ. ഓക്കെ സാർ. എടോ, താൻ മറ്റേ SKMJ കോളേജിലെ MSc മാത്സ് ലാസ്റ്റ് ഇയർ മൈക്കിളല്ലേ? അതെ. വേറെ മിനിറ്റ്, ഇതെങ്ങനെ നിനക്കറിയാം? സത്യം പറയടത്തേണ്ടി, എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നില്ലേ? ദൈവമേ, ആരേലും ഓടി വരണേ, ഇതാരേലും കിഡ്നാപ്പ് ചെയ്യാൻ വന്നാണേ, ആരേലും ഒന്ന് രക്ഷിക്കണേ. അയ്യേ, ഞാൻ നിന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വരേ? എടാ മരയോന്ത, നിന്നെ ഞാൻ കിഡ്നാപ്പ് ചെയ്യാൻ വരാണെങ്കിൽ നിനക്ക് കാർ ഓടിക്കാൻ തരുമോ? ഞാൻ കാർ ഓടിക്കൂല. ഈ എന്തൊരു മണ്ടരാണത്. അത് ശരിയാണല്ലോ. സത്യം പറയടാ, നീ വരടാ. ബ്ലാക്ക് കാറ്റ്, ബ്ലാക്ക് പോലീസ്. ദൈവമേ, ബ്ലാക്ക് കാറ്റും ബ്ലാക്ക് പോലീസും വരാൻ മാത്രം ഞാൻ എന്തോ തെറ്റാ ചെയ്തേ? എടാ എന്താടാ നിനക്ക്? ഞാൻ ആ കോളേജ് പഠിക്കുന്ന കുട്ടിയാണ്, അതും നിന്റെയൊക്കെ സെയിം ക്ലാസ്. അപ്പൊ പിന്നെ നിന്ന് അറിയാണ്ടിരിക്കോ? ഓ അങ്ങനെ നേരത്തെ പറയണ്ടേ? ഞാനിന്ന് പേടിച്ചു. അല്ലടാ, നീ എന്തിനാ രാത്രി ടാക്സി എടുത്തിറങ്ങി? എന്താ, എനിക്ക് ടാക്സി ഓടിക്കാൻ പാടില്ലേ? അല്ല, നിന്നെ നല്ല ഹൈപ്പിൽ കയറ്റി വെച്ചിരിക്കാണല്ലോ കോളേജ് ഫുള്ള്. അപ്പൊ പിന്നെ ടാക്സി? ബ്രോ, ഹൈപ്പും ടാക്സിയും കോളേജൊക്കെ തമ്മിൽ എന്താ ബ്രോ ബന്ധം? അതല്ലടാ, നിന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കണ്ടപ്പം ചോദിച്ചെന്നുള്ളൂ. പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലേ? ലീറ്റ്. ഓക്കെ. അങ്ങനെയൊന്നുമില്ല, ചെറിയൊരു കോപ്പ് പ്രാരാബ്ദം. അതന്നെ, അതുകൊണ്ടാ. അല്ല, സമയം ഒരുപാട് കഴിക്കല്ലോ. 3 സമയത്ത് പുറത്ത് വീട്ടിൽ കയറാൻ നോക്കടാ. അതല്ലേ ഞാൻ തന്നോട് ഹോട്ടലിൽ പോകാൻ പറഞ്ഞേ. ഹോട്ടലോ? അന്റെ ഹോട്ടലിൽ നിൽക്കണ വീടൊന്നുമില്ലേ? ഞാനിവിടെ ഉള്ളതല്ലടാ. അങ്ങനെ പറയാ, വെറുതെ അല്ല. ക്ലാസ് ഒരേ ക്ലാസ്സാന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാനാലോചിച്ചു, ഇങ്ങനൊരു തീരുമാനം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. വെറുതെ അല്ല. ഞാനും മുംബൈയാടാ. പക്ഷെ മുംബൈന്ന് 2 മുമ്പ് എത്തിയിട. പക്ഷെ ചില സാങ്കേതിക കാരണങ്ങൾ കാരണം എനിക്കൊന്ന് പാലക്കാട് വരെ പോകേണ്ടി വന്നു. അതാണ് നമ്മൾക്കാണ് ഇത്ര ലേറ്റ് ആയത്. മുംബൈന്ന് എന്തിനാടാ നീ തട്ടിക്കാട്ടിക്ക് കിട്ടിയെന്ന് വന്നത്? അത് പിന്നെ അതുണ്ടല്ലോ, അത് ചെറിയൊരു കയ്യബദ്ധം. അല്ല, കൈ മാത്രല്ല, കാലും എന്താടാ? അല്ല, ചെറിയൊരു അട്ടിക്കേസ്. അവന്റെ വലത്തേക്കാലും ഒരുത്തന്റെ അടുത്തേക്കാലും ചെറുതായിട്ടൊന്ന് ഇടിഞ്ഞ്. എന്റെ മോനെ, ഇടിക്കാൻ മാത്രം എന്താടാ എന്നോട് ചെയ്തേ? അതൊക്കെ വലിയ കഥയാ, പറയാതിരിക്കുന്ന ഭേദം. എന്നാ നീ ഒരു കാര്യം ചെയ്, ഇന്ന് ഹോട്ടലിലൊന്നും പോണ്ട, എന്റെ അവിടേക്ക് വാ. അയ്യോ, അതൊന്നും വേണ്ട, വാക്കൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? ബുദ്ധിമുട്ടാണ്, എന്തായാലും പ്രശ്നമില്ല.
ഇത്രയും വലിയ വീട് വെച്ചിട്ടാണ് അവിടെ പറഞ്ഞു നീ പ്രാരാബ്ദം പറഞ്ഞേ. അതിനീ പറയുന്ന പ്രാരാബ്ദം എനിക്കാണ്, എന്റെ തന്തക്കല്ല. ഇത് അങ്ങേര് ഉണ്ടാക്കിയതാ. ആണോ? ഇപ്പൊ പപ്പ എവിടെയാ? അങ്ങേരെ എപ്പോഴോ തട്ടിപ്പോയി. അയ്യോടാ സോറി. എന്തിനു സോറി? അങ്ങേരെ എപ്പോഴോ തട്ടിപ്പോയി. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങേര് അമ്മേനെ വളച്ചോണ്ട് വന്ന് എന്നിട്ട് വീട്ടുകാരെ വെറുപ്പിച്ച്. ഇങ്ങനെ വീട്ടുകാർക്കാണെങ്കിൽ മുഴുത്ത സ്വത്ത്. അമ്മയാണ് ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നത്. മാത്രല്ല ഇന്റർകാസ്റ്റും കൂടിയാണേ. മതിയിലേ. എന്നിട്ട് എന്താ, അങ്ങേര് തട്ടിപ്പോയപ്പോ ഓരെല്ലാവരും കൂടി അവകാശം ചോദിച്ചു വന്ന്. എന്നിട്ട് എല്ലാം പക്കിക്കൊണ്ടൊരു പോക്കങ്ങ് പോയി. ഈ വീട് മാത്രം മമ്മിയുടെ പേരിലായതുകൊണ്ട് ഇത് നമുക്ക് കിട്ടി. പക്ഷെ ഇതും പറഞ്ഞിട്ടും പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് തരണം എങ്ങനെ എങ്ങനെയെന്ന്. പക്ഷെ കോടതി നമുക്ക് കൂടിയതുകൊണ്ട് നമുക്ക് കിട്ടി. അതുകൊണ്ടെന്താ, കാറ്റും മഴയും വെയിലും ഒന്നും കൊള്ളാണ്ട് താമസിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി വീട് കിട്ടി. അത് മാത്രമേ ഉള്ളൂ. ഈ വീടൊക്കെ എങ്ങനെ ഓട്ടിച്ചു കൊണ്ടുപോകണമെന്ന് എനിക്കും എൻ്റെ അമ്മയ്ക്കും മാത്രമേ അറിയൂ. അതൊക്കെ വലിയ കാര്യം പറഞ്ഞാൽ മൂടും. ബാ കേറ്. എവിടെയാ ചക്ക? എത്ര നേരമായി പോയിട്ട്. അല്ല ഇതേതാ മോൻ? ഇതെന്റെ ഫ്രണ്ടാ. ഇന്ന് ഇവിടെ നിൽക്കുന്നേ. ആണോ? അമ്മയുടെ പേരെന്താ? ഞാൻ ജാക്സൺ. കളിക്കേ, അമ്മത്തോ ചായ എടുത്തിട്ട് വരാം. അമ്മേന്റെ മോനുണ്ടല്ലോ, അതായത് എന്റെ ഏട്ടൻ എന്റെ അമ്മേന്റെ മൂത്ത മോൻ, അവനെ കൊണ്ട് പെടാത്ത പാടില്ല. ഇന്ന് രാവിലെ ആ പ്രൊജക്ട് എന്റെ കൈ കൊണ്ടുവന്ന് തന്നിട്ട്, ഇന്നാടാ നിന്റെ പ്രൊജക്ട്, നീ എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയാ മതി. പക്ഷെ അവൻ അതിന് പകരം എന്താ ചെയ്തറിയോ? ആ പ്രൊജക്ട് തന്നിട്ട് അത്രേ പേരെ മുന്നിൽ വെച്ചാൽ നാണം കെടുത്തി. പോട്ടെ, അതും ഞാനൊരു പെണ്ണിനെ റാഗ് ചെയ്ത് നിർത്തിയിരിക്കുക. എന്നിട്ട് ആ പെണ്ണിന്റെ മുന്നിൽ വന്നിട്ട് എന്നോട് അങ്ങേര് പറഞ്ഞ വർത്താനം കേട്ട അമ്മ സഹിക്കില്ല. കഴിഞ്ഞ വർഷത്തെ സപ്ലി അടിച്ചിരുന്ന കഥ വരെ അവ അവിടെ വിളമ്പി. അവനോടൊരു കാര്യം പറഞ്ഞേക്ക്, അവൻ എന്റെ കയ്യെ കിട്ടിയ വെട്ടിക്കുട്ടിയിലെ പട്ടിക്കിട്ട് കൊടുക്കും ഞാൻ. ദണ്ണണ്ടമ്മ ദണ്ണം, അത്രയ്ക്ക് ദണ്ണുണ്ടോ പറയണത്. ഒരു കാര്യം അമ്മ അവനോട് പറഞ്ഞു, എന്റെ മുന്നിൽ വരണ്ടെന്ന്. എന്റെ മുന്നിലെങ്ങാനും വന്ന കൊഞ്ചെടുത്ത് കോമരിച്ച് ഞാൻ എല്ലാം ഊരി വലിച്ചെടുത്ത് വേവിച്ച് ഞാൻ പിന്നെ പട്ടിക്കിട്ട് കൊടുക്കും. നോക്കോ, എന്നെ അവനെ അറിയില്ലവനെന്നെ. ഞാൻ മാസാണ് പണ്ടേ. എന്തമ്മ കണ്ടോണ്ട് കഥകളി കളിക്കുന്ന എന്തെങ്ങൾക്ക് വയ്യേ? നീയാ അമ്മ? ഇത് സ്വപ്നല്ലേ? സ്വപ്നം എന്ന് പറയമ്മ. അല്ലടാ മോനെ, ഇത് സ്വപ്നല്ല. നീ പെട്ട്. നീ എന്താ പറഞ്ഞേ? നിന്റെ കൺമുന്നിൽ വന്ന എന്നെ കുനിച്ചു നിർത്തി കൂമ്പിനടിച്ച് എല്ലൂരി എന്താക്കുന്ന പറഞ്ഞേ? അളിയാ നീ മറന്ന്, എല്ലൂരി കുക്കറിൽ വേവിച്ച് പട്ടിക്കിട്ട് കൊടുക്കുന്നത്. അതന്നെ. യൊക്കെ നിങ്ങളെന്തോടോ ഇവിടെ? അതാ ഒക്കെ പറഞ്ഞില്ലേ, പറയൂലെന്ന് പറഞ്ഞിട്ട്. എന്തു പറയാൻ, നിങ്ങൾക്ക് പരസ്പരം ആദ്യം അറിയായിരുന്നു. അതൊന്നുമില്ല. നീ വന്നേ, നമുക്ക് പോയി കിടക്കാം. അമ്മ ചായ ഒന്നും വേണ്ടട്ടോ. വാ എന്റെ റൂം വന്നിട്ടുണ്ട, എനിക്കിപ്പോ ഇറങ്ങണമെന്ന്. അമ്മ ഞാൻ കാണിച്ചു തരാം. അമ്മേ, തായേ, മാതേ, അമ്മച്ചിയേ, അമ്മേ. എന്താ ഉണ്ണി, എനിക്ക് ചെവിക്ക് കുറച്ച് സ്വൈരന്താ. എന്താ നിങ്ങൾ പിന്നെ വിളിച്ചേ? ഉണ്ണീനാ? ആരുടെ ഉണ്ണി? ഉണ്ണീനാ? എന്റെ അമ്മ ഉണ്ണീന്നൊന്നും വിളിക്കരുത്. കോൾമി ആരവ്. ആരവ് സിദ്ധാർത്ഥ്, മനസ്സിലായ? ഉണ്ണി പോലും ഉണ്ണി. എന്നാ ആരവ് മോനെ, അല്ല ആരവ് സിദ്ധാർത്ഥ് മോനെ. മുമ്പൊന്ന് പോയിട്ട് കണ്ണനെ, അഥർവ സിദ്ധാർത്ഥനെ ഒന്ന് വിളിച്ചുകൊണ്ടിരാൻ പറ്റുമോ? എനിക്ക് ഇപ്പൊ സൗകര്യമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഉള്ളി അറിയിക്കണം ഞാൻ. വേണ്ട, ഞാൻ വിളിച്ചിട്ട് വരാം. കണ്ണ മോനെ, കണ്ണ പൊട്ട. അയ്യോ സോറി, അങ്ങനെയല്ല. എന്തായിരുന്നു? കണ്ണ എടിക്കട കണ്ണ. അയ്യോ, ആരോടെ പെടണ്ട. ഇത് ഞാൻ ചോദിച്ചു എങ്ങനെയാണ്? കണ്ണു പൊട്ടാ നിന്നെ അമ്മ വിളിക്കുന്നത്. നിക്കടാ പന്നി, നിന്നെ ഞാൻ കൊല്ലൂടാ. ഞാൻ നിക്കൂലാ, നിന്നെ അമ്മ വിളിക്കണ. വേണേ എണീറ്റ് പോടാ പ്രാന്താ. ശാപം രാവിലെ തന്നെ നേരം വിളിക്കാണല്ലോ എന്റെ ദൈവമേ. എന്റെ പൊന്നമ്മ, അമ്മയ്ക്ക് വന്ന് എന്നെ വിളിച്ചാ പോരായിരുന്നു. എന്തിനാണ് അവനൊക്കെ പറഞ്ഞത്? ഈ മരയോധനൊക്കെ പറഞ്ഞത് എന്തിനാ? ഇവന്റെ തിരുമോന്ത കണ്ടിട്ടല്ലേ ഞാൻ പോണത്. ഇന്നത്തെ ദിവസം എന്റെ കോളായി. എന്തായാലും ഞാൻ ഇറങ്ങട്ടെ. ഇന്ന് നീ കോളേജ് പോണില്ല. ശരിയാ.
അശരീരി അല്ല മോനെ, ഇത് നിന്റെ ഡീമൻ. തിരിഞ്ഞു നോക്കൂ, മുറ്റത്തൊരു മൈന. ഓ ഇങ്ങേരും ഇനി അടുത്ത പണി എന്താണാവോ? ഇന്നെന്റെ കോളേജിൽ പോകണ്ട, ഇന്നൊരു കല്യാണം ഉണ്ട്, അപ്പൊ അതിന് കൂടണം. അച്ഛനെ വിളിച്ച കല്യാണത്തിന് അച്ഛന് പോയ പോലെ എന്തിനാ ഞാൻ പോണ്ടേ? നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയണ അങ്ങോട്ട് കേട്ടാ മതി. ഇതിങ്ങനത്തെ റേഡിയോ അങ്ങോട്ടൊന്നും പറയുമ്പോഴും ഇങ്ങോട്ടെല്ലാം പറയണ കേൾക്കണം. നീ അവിടെ എന്തേലും പറയുന്നുണ്ടോ? അമ്മ എനിക്ക് പോകാൻ പറ്റൂല, എനിക്ക് ക്ലാസ് ഉണ്ട്, ക്ലാസ് കളഞ്ഞിട്ടൊന്നും എനിക്ക് പോകാനായിട്ട് പറ്റൂല. ഇങ്ങനത്തെ മുംബൈയിലെ വലിയ കോളേജിലെ പ്രിൻസിപ്പൾ അല്ലേ, ഇങ്ങേർക്ക് അറിയില്ലേ ഒരു കുട്ടിക്ക് ക്ലാസ് എത്രത്തോളം അത്യാവശ്യം എന്നുള്ള കാര്യം? വേണേ ഇവനെ പറഞ്ഞുവിടാൻ പറ. ഇട്ടെടുത്ത് പട്ടി അമ്മനാ പോലും എന്റെ സൈഡ് നിൽക്ക്. ഒരു കുട്ടിക്ക് ക്ലാസ് എത്രത്തോളം അത്യാവശ്യം എന്നുള്ള കാര്യം എന്നെ ഒരു ഊളയും പഠിപ്പിക്കണ്ട, എനിക്ക് നല്ലോണം അറിയാം. പഠിക്കുന്ന കുട്ടിക്കും ക്ലാസ് കയറുന്ന കുട്ടികൾക്കും മാത്രമേ ഉള്ളൂ ഈ ക്ലാസ്സും മണ്ണാങ്കട്ടയൊക്കെ. നിന്നെ പോലെയൊക്കെ തോറ്റു തുന്നമാടിയിരിക്കുന്ന ഐറ്റങ്ങൾക്ക് എന്തിനാ ക്ലാസ്? എത്ര സപ്ലി ഉണ്ടടാ നിനക്കൊക്കെ? നീയൊക്കെ എന്തിനാടാ ജീവിക്കുന്നത്? നീയൊക്കെ എന്റെ മോനാന്ന് പറയാൻ എനിക്ക് നാണക്കേടോ നാണക്കേട്. എന്നാ നിങ്ങൾ പറയണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. നിങ്ങൾ എപ്പോഴേലും എന്റെ മോനായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? എന്റെ മോനായിട്ട് കണ്ടിട്ടുണ്ടോ? എന്നിട്ട് വല്ല ടോയിലോ കൊടുക്കുന്ന കോപ്പ് ഞാൻ പോവാ. ആ പോടാ, പോയി ചാവ എങ്ങട്ടേലും. എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളി വരുന്നത്? എടാ നിന്നോടാണ്, മര്യാദക്ക് 4 അക്ഷരം പഠിച്ച് പാസ്സാവാൻ നോക്കോ. ഇവനെ പോലെ എനിക്കൊന്നും നോക്കാൻ പറ്റില്ല. ഈ പ്രായത്തെ കുട്ടികൾ വീട്ടിലോട്ടാ പൈസ കൊണ്ടിരുന്നത്, ഇവൻ അങ്ങോട്ട് അണ്ണാക്കി കേട്ട് കൊടുക്കട്ടത്. ഈ നാറികളൊക്കെ തപ്പി കിടക്കുകയാണ്. അമ്മാരൊന്നും വിളിച്ചിട്ട് കിട്ടണില്ലല്ലോ. മോനെ വെക്ക് മോനെ, എവിടെയായിരുന്നടാ പട്ടി നീയൊക്കെ? എത്ര നേരെ മനുഷ്യരുടെ പോസ്റ്റ് ആയിട്ട്? എടാ ശരിക്കും ഞാൻ നേരത്തെ ഇറങ്ങിയതാ, പക്ഷെ വരുന്ന വഴിക്ക് പഞ്ചർ ടയറായടാ. ടയർ പഞ്ചറായടാ. ഇനി ഒരുത്തിനും കൂടി ഇല്ലേ, അവനൊക്കെ എപ്പോഴും നടി വരാനാണെന്തോ. അവൻ നേരത്തെ എത്തി, അവനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ക്ലാസ്സിലുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞേ. ക്ലാസ്സിലോ? നീ നേരത്തോ? ഇത്ര പെട്ടെന്ന് എന്തിനാ ക്ലാസ് കയറിയിരുന്നേ? ഓ എന്തായാലും വാ. അല്ല ഇവനേതാ? ഹലോ മൈസെൽഫ് ജാക്സൺ. ഹലോ ജാക്സൺ. ഇവന്റെ കഥ അറിയില്ലല്ലോ, നമുക്ക് നടന്നുകൊണ്ട് പറയാം. ഹലോ ഒന്ന് നിന്നേ. വൈഫാ? ആരുടെ? എന്റെ വൈഫൊന്നല്ല, ഇനി നിന്റെയാടാ. പോടാർന്ന്. എനിക്കിങ്ങനെ എന്റെ അറിവിലൊരു വൈഫില്ല. നിന്റെ എങ്ങാനും പോടാ. എന്നെ കൊണ്ടാണ് എനിക്ക് പറയൂ. എനിക്ക് വൈഫായുള്ള ഫ്രണ്ട് ആയിട്ടില്ല. തനിക്ക് ആളെ മറച്ചതായിരിക്കും. ഇത് എന്റെ വൈഫ്. ആ ചേട്ടന്റെ വൈഫാ? നിങ്ങൾ വേണ്ടി നല്ല മെച്ചാട്ടോ, നല്ല എണ്ണക്കടികൾ പോലുണ്ട്. എടക്കുരുവള്ളി പോലുണ്ട്. താങ്ക്സ്. ഒരു ഏറ്റവും തന്നോണ്ട് 32 പോലും താഴെ കിടക്കും. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ പിന്നാലെ നടക്കോടാ നീ? ഇവളെ പിന്നാലെ നടക്കേ? അത് ഞാനോ? എന്നെ പൊന്നേട്ടാ, ഏട്ടനാണേ ദീപന്മാരാണേ സത്യം പിന്നാലെ നടന്നിട്ടേ ഇല്ല. ഞാൻ അവളെ കൂടിയാണ് നടന്നത്. എന്റെ പൊന്നേട്ട, ബുദ്ധി വിവരമില്ലാത്തവനെ. നീ അവനെ ഏട്ടന്റെ ഭാര്യന്റെ കൂടെ പോയിട്ട് ഏട്ടന്റെ ഭാര്യന്റെ ഏത് അയലത്ത് പോലും അവൻ വരില്ല. ഇനി എങ്ങാനും അവൻ ഏട്ടന്റെ ഭാര്യന്റെ പിന്നാലെ വരികയാണെങ്കിൽ ഏട്ടൻ അവനെ തന്നെ കൊല്ലിയെ കുഴിച്ചിടേ എന്താ വെച്ച് ചെയ്തത്? നമ്മൾ മാറിന്ന് കൈ കെട്ടി നോക്കി നിൽക്കത്തുള്ളൂ. എടാ തെണ്ടി, നിന്റെടാ പട്ടി, ഇതെങ്ങനെ ഒതുക്കി തീർക്കട്ടെ. ഇനി എങ്ങാനും ഇവൻ അവളുടെ പരിസരത്ത് കണ്ട ഓട്ടം പെറുക്കും. ആണോ ഉയരെടുക്കാതെ വാടാ. എന്തുവാണ് അങ്ങനെ പറഞ്ഞേ? ഉയരെടുക്കുവാണോ ഓട്ടം പെറുക്കരുത്? എടോ പൊട്ടാ തെറ്റിക്കല്ലേ, ഓട്ടം പെറുക്കുവാണോ ഉയരെടുക്കരുത്? അയ്യോ എനിക്ക് വയ്യ. മോനെ നീ കൂടുതൽ ചിരിക്കല്ലേ, താഴെമാരായിരിക്കാ രക്ഷപ്പെട്ടത്. നീ എപ്പോഴാടാ ആന്റിമാരൊക്കെ നോക്കാൻ തുടങ്ങിയേ? എടാ ഇന്നെ കണ്ട ആന്റി എന്ന് പറയൂ. അത് പറയില്ല. പെട്ടതാടാ പെട്ടതാ. പിന്നെ ഇത് അവനോട് പോയി പറയണ്ടോ? ആരോട്? അല്ല കണ്ണനോട്. അവനൊന്നും അറിയണ്ട. അത് ഞാനൊന്ന് ആലോചിക്കട്ടെ. മതി, ആലോചിച്ചാ മതി. ആലോചിച്ചിട്ട് പറയരുത്, അത്ര മതി. എവിടെയായിരുന്നടാ ഇത്ര നേരം? അതെന്റെ കണ്ണ വരുന്ന വഴിക്കൊരു സംഭവം ഉണ്ടേ. ഡാടാടാ നീ അല്ലേ പറഞ്ഞ പറയൂലെന്ന്? ഞാൻ എപ്പോഴാടാ പറയൂലെന്ന് പറഞ്ഞ? നീ അല്ലേ എന്നോട് പറഞ്ഞ ആലോചിക്കാന്ന്? ഞാൻ ആലോചിക്കാന്നല്ലേ പറഞ്ഞോളൂ, പറയൂലെന്ന് പറഞ്ഞ. എടാടാ ഒരുമാതിരി തൊട്ട് പരിപാടി കാണിക്കരുത്. ആലോചിക്കാന്ന് പറഞ്ഞാൽ പറയൂലെന്നല്ലേ അർത്ഥം. അതെങ്ങനെയാണ് ആലോചിക്കാന്ന് പറയുമ്പോ പറയൂലെന്ന് അർത്ഥം വരുന്നത്? അതങ്ങനെയാണ്, ഞാൻ സമ്മതിച്ചില്ല. ആലോചിക്കാന്ന് പറഞ്ഞാൽ പറയൂലെന്നാണ്. അങ്ങനെയല്ല. അല്ല ഇവനെന്താ മിണ്ടാണ്ടിരിക്കണേ? എന്താടാ എനിക്ക്? ഞാനെന്തോ പറയാനാ? നിങ്ങളൊക്കെ എന്തോ ഓട്ടത്തനം പറഞ്ഞിട്ടുണ്ടാക്കണം. അതിന് ഞാനെന്തോ പറയാനാ? എടാ മൈക്കളെ, എന്തോ എവിടെ ഒരു തകരാറ് പോലെ. എനിക്കും അത് തോന്നി.
ഒന്നാമത് അവൻ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നു, സാധാരണ വിളിച്ചല്ലേ പറയാം. രണ്ടാമത് ഇത്രയും നേരത്തെ ക്ലാസ് കയറിയിരിക്കുന്നു. മൂന്നാമത് നമ്മൾ അടി ഉണ്ടാക്കുന്ന സമയം ഒന്നല്ലേ എൻ്റെ പക്ഷം ഒന്നല്ലേ നിന്റെ പക്ഷം. അതുമല്ലേ എന്താ സംഭവം എന്നെങ്കിലും അറിയാൻ നോക്കും. ഇത് അതിനൊന്നും ശ്രമിക്കുന്നില്ല. LC കൺഫേം സംതിങ് ഫിഷിങ്. ആ മണക്കും മണക്കാണ്ടിരിക്കോ, ഞാൻ മീനല്ല കൂട്ടിയത്, പക്ഷെ കൈക്ക് ഞാൻ സോപ്പിട്ട് കഴുകിയാണല്ലോ. പിന്നെ എവിടെ നീ മണം വരുന്നു? ഇന്നത്തെ നിന്റെ കോട്ട കഴിഞ്ഞ് ഇനി നീ വായ തുറന്ന. അല്ലടാ ഈ കണ്ണം മുണ്ടില്ലേ ഇങ്ങനെ തന്നെയാണോ? ഏയ് ഇവ നല്ല മുണ്ടോവൻ എന്തോ പറ്റിണ്ട്. എന്റെ പൊന്നു കണ്ണ ഇങ്ങനെ ഇരിക്കല്ലേ, എന്തോ പോലുണ്ടോ, എന്തേലൊക്കെ പറ, പൊട്ടത്തരം പറയാടെ വായെങ്കിലും നോക്കടാ എംഡി. ഏയ് വായ നോക്കാൻ പറയരുത്, ഓ നന്നായിരിക്ക. അന്ന് വായ നോക്കണ്ടേ, എന്തെങ്കിലും ചെയ്യ, എന്നോട് മിണ്ടെങ്കിലും ചെയ്യ, എന്തിനാ നീ ഇങ്ങനെ നിക്കണത്? എടാ ഞാൻ എന്തോ പറയാനാ? വെയിറ്റ്, എന്താ നിന്റെ പ്രശ്നം? അച്ഛൻ വന്നാ? അച്ഛൻ വന്ന കണ്ട ഞാൻ അപ്പളേ പറഞ്ഞു അച്ഛൻ വന്നിണ്ടാവും, അച്ഛനായിട്ട് പ്രശ്നം ഉണ്ടാവും. അപ്പൊ നീ എന്താ പറഞ്ഞേ? അതൊന്നുമല്ല വേറെന്തോ ആണെന്ന്. എടുക്കണ പൈസ എടുക്കണ, 1000 രൂപ നീ കെട്ടിവെച്ച് എടുക്ക്. എന്താടാ ഇവർക്ക്? അതുണ്ടല്ലോ കുറച്ചു നേരത്തെ ഇവന്മാരെ തമ്മിൽ ഒരു ചെറിയൊരു ആർഗ്യുമെന്റ് ഉണ്ടായി. അതായത് മൈക്കിള് പറഞ്ഞു നീ അച്ഛനായിട്ട് എന്തോ അടിണ്ടാക്കി വന്നിരിക്കുകയാണ്. അപ്പൊ വിക്കി പറഞ്ഞു അതൊന്നുമല്ല വേറെന്തോ പ്രശ്നം. അപ്പൊ ഇവന്മാര് തമ്മില് ഒരു ഒത്തുതീർപ്പ് വരാത്ത സമയം ഞാൻ പറഞ്ഞാ പറ്റുമൊക്കെ. അപ്പൊ മൈക്കിൾ എന്ത് ചെയ്ത് 100 രൂപയ്ക്ക് വെറ്റിച്ച്. പക്ഷെ വിക്കിക്കാണെങ്കിൽ ഓവർ കോൺഫിഡൻസ്, അവന്റെ ഓവർ കോൺഫിഡൻസ് മൂലം അവൻ 1000 രൂപയ്ക്ക് വെറ്റിച്ച്. പാവം തോറ്റു. 1000 രൂപ അപ്പൊ മൈക്കിളിന് കൊടുക്കണം. കൊള്ളാടാ കൊള്ള. ഒരു ഫ്രണ്ട് വിഷമിച്ചിരിക്കുമ്പോ അതെന്താ കാര്യം എന്ന് പോലും അന്വേഷിക്കാണ്ട് ബെറ്റ് വെച്ച് നടക്കുക. എന്നിട്ട് ഒരു ഉളുപ്പും മാനമുള്ളാണ്ട് അതേ ഫ്രണ്ടിന്റെ മുന്നിൽ നിന്ന് ബെറ്റ് വെച്ച പൈസ ചോദിക്കാനായിട്ട് അത് തിണ്ടികളായ നിന്റെയൊക്കെ ആ തൊലിക്കട്ടി ഉണ്ടല്ലോ. നീ ഞങ്ങളുടെ മുത്തല്ലടാ. അല്ല ഇന്നിപ്പോ ആരെ വെട്ടിക്കാം? ഇന്ന് ഞാൻ വിക്കിന്റെ അവിടെയാ. മോനെ വിക്കി, നിന്റെ വീട്ടിന്റെ അടുത്തല്ലടാ ഈ ആദീഷിന്റെ വീട്? അതേലോ, ഒരു മതിലിന് വ്യത്യാസമുള്ളൂ. ഈ ആദീഷിന്റെ പെങ്ങൾ ആരാടാ മക്കളെ? ആരാടത്? ആദ്യ കണ്ണന്റെ ആരാടാ? ആരേലും ഒരാൾ പറ. ഇത് എന്തത്? ആരാ പറഞ്ഞ കളിക്കുന്നത്? ഇവനെ കൊണ്ട് ഏടാ അത് ഈ കണ്ണന്റെ ഹൃദയം പറിച്ചെടുത്ത പെണ്ണാടാ. ഷേ മോനെ മനസ്സിൽ ലഡു പൊട്ടിയല്ല. ഒന്ന് പോടാ പന്നികള് മിണ്ടാണ്ടിക്ക്. ചിരിച്ചടാ ചിരിച്ച് സമാധാനായി. എന്നാ നിങ്ങളോട് സംസാരിച്ചിരിക്കും, ഞാൻ ഇപ്പൊ വരാം. അവനെങ്ങോട്ടാ പോയത്? ഇപ്പൊ വരാം. അവനെന്തിനാ അങ്ങോട്ട് പോയത്? ഇപ്പൊ വരുമല്ലോ, ഇപ്പൊ ചോദിക്കാലോ. മൈക്കിളെ ഞാൻ നിന്നോട് പറഞ്ഞു നിന്റെ അന്നത്തെ കോട്ട കഴിഞ്ഞത്. ഇനി മാതിരി തൊലിഞ്ഞ വർത്താനം പറഞ്ഞ പൊന്നുവനെ കൊത്തി കേറ്റി തിരിഞ്ഞേ. എടാ അത് നിന്റെ ഇരട്ടത്തിന്റെ അല്ലേ? അതേതാ പെണ്ണ്? ഇനി പെണ്ണെങ്ങനെ സെറ്റായോ? വല്ല റാഗിങ്ങോ അല്ലാണ്ട് ഇവരെ കാര്യം നോക്കുക. എടാ പക്ഷെ ആ പെണ്ണ് നമ്മുടെ പോക്കാ. മാത്രല്ല ഫസ്റ്റ് ഇയർ അല്ല അവള്, സെക്കൻഡ് ഇയറാ. എവിടുന്നോ ട്രാൻസ്ഫർ ആയി വന്ന കുട്ടിയാ. അതെങ്ങനെ നിനക്കറിയാം? അല്ല ട്രാൻസ്ഫർ ആയിട്ടൊക്കെ ഒരു കുട്ടി നമ്മുടെ ബ്ലോക്കിൽ വരുമ്പോ നല്ല കുട്ടിയാണോ എന്തേലും വയ്യാവിലിയാണോ എന്നൊക്കെ നമ്മൾ അന്വേഷിച്ചിരിക്കണ്ടേ? അങ്ങനെ അന്വേഷിച്ചെന്നുള്ളൂ. എന്നതാ നിക്കണ സെക്കൻഡില്ലേ ആ മരത്തിന്റെ തോട്ടില്? അവനാരാ? അവൻ ഫസ്റ്റ് ഇയർ ആണ്. പിന്നെ മാത്രല്ല നമ്മുടെ ബ്ലോക്കല്ല, അവൻ അപ്പുറത്തെ ബ്ലോക്കാ. മറ്റേ ഫിസിക്സ് ഫസ്റ്റ് ഇയർ ഫിസിക്സ്, BSc ഫിസിക്സ് ആണല്ലേ. ഫസ്റ്റ് ഇയർ BSc ഫിസിക്സ്. എടാ കൃഷ്ണന്റെ അപരാ. അവനെ നമ്മുടെ ക്ലാസ് പഠിക്കുന്ന ചെക്കന്, നമ്മുടെ കൂടെ പഠിക്കുന്ന ചെക്കനെ നിനക്കറിയാം. ട്രാൻസ്ഫർ ആയി വന്ന ഏതോ പെണ്ണിനെ അറിയാം. അതാണോ അപ്പത്തെ വിഷയം? അല്ലല്ലോ, ആ പെണ്ണ് അതും അവന്റെ കൂടെ എങ്ങനെ വന്നു അതല്ലേ വിഷയം. അതുകൊണ്ട് മാത്രം ഇപ്പൊ ഞാൻ നിന്നെ വെറുതെ വിടുന്നു. ഒരു സംഭവം ഉണ്ട്, നമ്മുടെ കോളേജില് റാഗിങ് ഒക്കെ അല്ല അവിടെ. പക്ഷേ അവനവന്റെ ബ്ലോക്കില് മറ്റേ ബ്ലോക്ക് കയറി ചൊറിയാൻ നിൽക്കരുത്. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. വേടാ അത് വേണോ? കണ്ണാ നീ വരുന്നുണ്ടേ, വാ ഞാൻ പോവാ. ഞാനും വരാം.
എന്നോട് പ്രശ്നം? എല്ലാം അറിയണോ തനിക്ക്? അല്ല, പറയണേ ഞാൻ സോൾവ് ആക്കി തരാം. തന്റെ ആവശ്യമില്ലെങ്കിലോ? ഓരോരുത്തന്മാര് വന്നോളൂ. ഏതൊക്കെയാണോ ഇതൊക്കെ? അവിടുന്ന് കുറെ എണ്ണത്തിന്റെ ശല്യം കൊണ്ടാണ് ഇങ്ങോട്ട് കെട്ടെഴുന്നേ വന്നത്. അന്ന് ഇവിടെയും അതില് വലിയ മണ്ടന്മാര്. എന്റെ ഭഗവാനേ, പാവല്ലേ ഇവിടെ കിടന്ന് അഴുകണ്ട വിചാരിച്ച് രക്ഷിക്കാൻ വന്നപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന തലയിൽ കയറിയിട്ട്. തന്നെ ഞാൻ വിളിച്ചാ തന്നോട് ഞാൻ പറഞ്ഞു ഒന്ന് രക്ഷിക്കാൻ. എന്നെ എടുത്തിട്ട് രക്ഷിക്കണ്ട. ആരെടുത്തും രക്ഷിക്കാൻ, ഈ പൊട്ടന്മാരെടുത്തുനിന്നാണ് എന്നെ രക്ഷിക്കാന്ന് പറഞ്ഞേ. ഇവന്മാരും മണ്ടന്മാര്, ഇവന്മാരെടുത്ത് വായിട്ടലച്ച് എന്റെ വായിലും വെള്ളം പറ്റി. ഞാൻ പോവാ ഈ മണ്ടന്മാരുടെ കൊണ്ട് പാർക്കാൻ കിട്ടി. എന്താടാ പണ്ടത്? ഒരു ചിമിട്ട സാധനം ഇത്ര വർത്താനം പറഞ്ഞു പോയത്. എടാ ഭയങ്കര നാറ്റുണ്ടല്ലേ? ആടാ സത്യം. എന്താ പറയാ, ഒരു ചമ്മി നാറിയ ഒരു നാറ്റം. എന്തിനാ നാരികളെ ഇപ്പൊ ഇങ്ങനെ കിടന്ന് ചിരിക്കണത്? ചിരി വന്നാ നീയൊക്കെ ചിരിക്കോടാ? ഇല്ലടാ, ചിരി വന്നാൽ ഞാനൊക്കെ ഇവിടെ കിടന്ന് കരയും. നീ ഒരു കാര്യം ചെയ്യും, ഒരു ബക്കറ്റ് എടുത്തിട്ട് വന്ന് ഇവിടെ ഇരിക്കുക, എന്നിട്ട് എന്റെ കണ്ണീര് കുടിക്കുക, എന്നിട്ട് അത് കുടിക്കി. ഡാഡാ വലിയ ഡയലോഗ് ഓടിക്കല്ലേ, നിന്റെ ഡയലോഗിന്റെ കയ്യിൽ വെച്ചാൽ ഡാ കൂടുതൽ കളിക്കാൻ വരില്ലേ, നിന്നൊക്കെ എടുത്തിട്ട് അലക്ക് ഞാൻ. അയ്യോ, അലക്ക നമ്മളെന്താടാ തോന്നിയാ? ഭയങ്കര കോമഡി ആണല്ലേ? എന്നാ മോനങ്ങ് മാറി ശരിക്കും കുറച്ചു നേരം. What the hell is wrong with you? Look like you guys have been put in your places. You already heard it from that girl. And do you really want to hear it from us too? Hey, അയ്യോ, you. Bye. വേണ്ട, അവൻ പോണി. മക്കളെ ഒന്ന് തിരിഞ്ഞു നോക്കട പട്ടി. അവൻ പോയി. So what do you guys need now? You're better off to leave with him. If you were planning to stay here, don't accept things go well for you. So get off, poor peoples. अरे वाह, बड़ा बोल रहा है. अगर कुछ कहना है तो मुझसे कहा. सिर्फ इंग्लिश में बोलने से कुछ नहीं होता. अपने मातृभाषा में बोलो. हरी सुन, हम कहने चले बने रही है. जो करना है कर ले. എടാ രുദ്രേ, എന്നെ നോക്കണ്ട, എനിക്ക് അറിയില്ല. ഞാൻ മലയാളം തന്നെ എങ്ങനെയെന്ന് പറയണെന്ന് എനിക്കെന്നെ അറിയില്ല. എന്നിട്ടാണ് ഹിന്ദി. അവന്റെ അമ്മൂമ്മയുടെ ഇംഗ്ലീഷ്. ഇനി എന്തെങ്കിലും പറയണ്ടാ? പറടാ. ഏയ് ചെപ്പാണ്ടി പറമ്പണ്ടി മങ്ങണ്ടി തെങ്ങാണ്ടി യന്ത്രണ്ടി ഗംഗേ നോക്കൂലേട്ടാ. അയ്യോ, എനിക്കെന്താ പറ്റി? ഞാനിതെവിടെയോ? ദൈവമേ, അല്ലിക്ക് ആഭരണം എടുക്കാൻ പുറമേ ഞാൻ പോയിട്ടോ. വന്നേരത്രേ തട്ടി. അവൻ എന്നെ കൊണ്ട് പോകും വിചാരിച്ചിട്ടാടാ ഞാൻ ഗംഗേന്ന് വിളിച്ചത്. അവനെ കൊണ്ട് പോയടാ. ഇനി എന്ത് ചെയ്യും? നിനക്ക് അങ്ങനെ തന്നെ വേണടാ. നീ എന്നെ ഒറ്റക്കിട്ട് പോകാൻ നോക്കിയല്ലേ? അനുഭവിക്ക്. എന്താടാ നിന്റെ ഒക്കെ വായിൽ പഴ? ഒന്നും പറയല്ലേ ഇപ്പോ? டே நீ எங்க இருந்து பேசுற? யாருக்கிட்ட பேசுறேன்னு புரிஞ்சு பேசு. உன் வேலையெல்லாம் என்கிட்ட இறக்காத. என்னடா என்ன കാണിച്ചടാ? ഉണ്ട് കണ്ണാ മിണ്ടല്ലേ, നാണം കെടുത്തല്ലേ. നമ്മളിപ്പോ ഒരു ഹൈപ്പില് നിക്ക. നീയൊക്കെ എന്താടാ അവിടെ? നിങ്ങൾക്കൊക്കെ വേണ്ടി ഇനി പ്രത്യേകം പല്ലടിക്കണോ? ക്ലാസ് കയറടാ. ഓ സാറേ, നിങ്ങള് സാറില്ല, നിങ്ങൾ ദൈവമാണ്. ദൈവം ഒരിക്കലും ഉപകാരം ഞാൻ മറക്കില്ല. നന്ദിയുണ്ട് സാറേ, നന്ദിയുണ്ട്. ഇവനാണോ വട്ടെ? അത് എനിക്കാ സംശയം. എന്ത് സാറിന് തന്നെ? അല്ല, ഞാൻ ക്ലാസ്സിൽ പോയി. ഇനി നിങ്ങളോടൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയണോ? ക്ലാസ്സിൽ പോടാ. അയ്യോ സാറേ, ഞങ്ങൾ ഇന്നലെയേ പോയി. എന്നാലും അവളത് എന്തൊരു പെണ്ണാടാ അത്. മഞ്ചല നാണം കെടുത്ത് കളഞ്ഞു. അവളെ ഞാൻ വെറുതെ വിടൂല. ഇതിനുള്ള പണി ഞാൻ കൊടുത്തിരിക്കും. എണ്ണി കൊടുത്തിരിക്കും.
എന്തൊരു ലാഗായിരുന്നില്ല ഇന്നത്തെ ദിവസം. അതെ, ഭയങ്കര ലാഗായിരുന്നു എന്റെ അമ്മോ. മാത്രല്ല നാണവും കിട്ടി. പിന്നെ നമ്മളെന്റെ കൈ കിട്ടിയ ഓർമ്മിപ്പിക്കല്ലേ. അതൊന്നും ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. ഇനിയിപ്പോ എന്താ വീട്ടിൽ പോവല്ലേ? ഓ ഗായ്സ്, വീട്ടിലോട്ട് പോകാനായിട്ട് പറ്റില്ല. കാരണം എനിക്കൊരു ബുക്ക് എടുക്കാനുണ്ടായിരുന്നു. നിനക്കല്ലേ ബുക്ക് എടുക്കാനുള്ളു, നീ പോവാ ബുക്ക് എടുക്കുക വരിക. ഇനി ഞങ്ങൾ എന്തിനാണ് അവിടെ നിൽക്കണേ? ആ ബുക്കിന്റെ നെയിം മാത്രമേ എനിക്ക് അറിയുള്ളൂ. അത് അത്രയും വലിയ ലൈബ്രറിയിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് തിരഞ്ഞാൽ കിട്ടില്ല. സോ ഐ നീഡ് യുവർ ഹെൽപ്പ് ഗൈസ്. ഞങ്ങൾ വരൂല എന്ന് പറഞ്ഞാൽ നീ ഒറ്റയ്ക്ക് പോവോ? ഒറ്റയ്ക്ക് പോവാനോ? ഞാനോ? നോ വേ. പാട്ടി സമ്മതിക്കൂല. വാ പോയിട്ട് വരാം, നടക്കാങ്ങട്ട്. ഏട്ടാ അയ്യേ, അതെന്താടാ ഒരു വൃത്തിയായിട്ട് ഒച്ച? ഏട്ടാ ഞാനാ. ആ വെറുതെ ഇല്ല, നീ ഊച്ചല് തെറ്റില്ലടാ, വൃത്തിയായിട്ട് ഒച്ച തന്നെയാണ്. അശോ, ഏട്ടന്മാരുടെ ഒരു കാര്യം. നീ ഇപ്പൊ എന്താ വിളിക്കണേ? ഏട്ടാന്ന്. എടാ, ഇവിടെ എന്നെ തന്നെയാണോ വിളിച്ചേ? ആ എനിക്കാണോടാ എന്റെ കിളി രാവിലെ പോയി കിടക്കുക തോന്നണേ. എടാ നിനക്കോ ഏട്ടാ തന്നെയല്ലേ കേക്കണേ? ഐ തിങ്ക് എന്റെ ചെവി ക്ലീൻ ചെയ്യാനുള്ള സമയമായി. ആടാ, ക്ലീൻ ചെയ്യാനുള്ള സമയക്കണേ. എന്റെ ആയിട്ടുണ്ട്. ഞാനും ഏട്ടാന്നാ കേക്കണേ. എനിക്കും ഏട്ടാന്ന് തന്നെയാ കേക്കണേ. എടാ പൊട്ടന്മാരെ, അവളെ ഏട്ടാന്നല്ലേ വിളിച്ച? വേട്ടാന്നാണ്. ആ അത് പറ. അപ്പൊ അതായിരിക്കും വേട്ടാന്ന്. എന്താ കാര്യം? അയ്യോ, ഞാൻ വേട്ടാന്നല്ല വിളിച്ചേ, ഏട്ടാന്നെ വിളിച്ചേ. എന്തിന്? എന്റെ പൊന്നു മോളെ, നിനക്ക് എന്താ വേണ്ട? എന്റെ കിഡ്നിയോ ഹൃദയോ അതോ തലച്ചോറോ? എന്താ വേണ്ടേ? പൊന്നമ്മോ, നീ അവനോട് എന്തും ചോദിച്ചോ അവൻ തരും. പക്ഷെ തലച്ചോറ് മാത്രം ചോദിക്കരുത്. അവന്റെ കയ്യിൽ ഇല്ലാത്തത് അവനെ തരാൻ പറ്റില്ല. എനിക്കിട്ടുണ്ടാക്കല്ലേ. എന്താ പൊന്നു വെച്ചേ നിനക്ക് വേണ്ടേ? അതില്ലേ എന്നെ വീട്ടിൽ കൊണ്ടാക്കി തരുമോ? ആ അതാണ്, ഒരാവശ്യമില്ലാണ്ട് നീ എന്നെ ഏട്ടാന്ന് വിളിക്കൂല. എന്നാ നീ കേട്ടോ, എനിക്ക് നിന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ പറ്റൂല പറഞ്ഞ പറ്റൂല. വേണേ വല്ല വണ്ടി വിളിച്ചു പോ. എന്തുവാ അത് കഷ്ടമുണ്ട് കേട്ടോ, വണ്ടി പഞ്ചർ ആയതുകൊണ്ടല്ലേ. അതിന് വണ്ടി പഞ്ചറായിട്ടുണ്ടെങ്കിൽ നീ ഊതി വീർപ്പിക്കും. ഓക്കേ, എന്നെ മര്യാദക്ക് കൊണ്ടാക്കണ്ടല്ലേ. അപ്പൂന്നാ ഞാൻ അപ്പൂന്ന് വിളിക്കൂലേ? എന്നാ എനിക്ക് സൗകര്യമില്ല കൊണ്ടാക്കി തരാം. ഇനി ഞാൻ കൊന്നാലും കൊണ്ടാക്കി തരില്ലേ? നോക്കിക്കോ. ആയിഷ് രണ്ടും നിന്റെ പേര് കിടന്നാട്ടി ഉണ്ടാക്കണ്ട. നിനക്ക് വീട്ടിൽ പോയ പോരെ, ഞാൻ കൊണ്ടാക്കി കൊടുത്തോളാം. എന്തൊരു നല്ല ക്ലൈമറ്റ് ആണ്. എന്തായാലും നല്ല മഴയ്ക്കുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ദേടാ കണ്ണാ നിന്റെ കൊണ്ടുപോണ്. പക്ഷേ അവളെ കൂടാതെ ഒരു ചെറുക്കനാ? ആടാ ഒരു ചെറുക്കൻ. അത് നോഹയാണ്. ഇനി അവരെങ്ങാനും ചങ്കക്കുത്തിന്റെ വർത്താനം ഒന്നും പറയല്ല എന്റെ മൈക്കിള്. അല്ല ഞാനേ എന്റെ ഒരു ഡൗട്ട് പറഞ്ഞുള്ളൂ. അവന്റെ അമ്മൂമ്മേന്റെ ഡൗട്ട് എന്റെ നെഞ്ചത്തേക്ക് തന്നെ വേണോടെ പട്ടി നിന്റെയൊക്കെ ഡൗട്ട് കുത്തിയിറക്കേ. അല്ലടാ കണ്ണാ, അവന്റെ ഡൗട്ട് വെറുതെ അങ്ങനെ തള്ളി കളയാനൊന്നും പറ്റൂല. വിക്കി യൂട്യൂബ് റൂട്ടസ് അല്ല അങ്ങനെയല്ലടാ. പക്ഷെ നമുക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റൂല. ചെറുപ്പം തൊട്ട് അവരെ അറിയുന്നോണ്ട് ഞാൻ പറയാ, അവൻ അവളോ ചെറിയൊരു നോട്ടല്ലാണ്ടില്ല. ദൈവമേ ഒന്ന് പോട പട്ടികളെ. ദേടാ അവൻ അവളെ കൊണ്ട് പോകുന്ന എന്റെ കഞ്ഞിയിലെ പാറ്റയാവും ഈ നാറി. കാക്ക സൂക്ഷിച്ച കസ്തൂരിമ്പഴ് കാക്ക കൊത്തേ പോയി. എങ്ങനെ കാക്ക കൊത്തേ പോയി? ഇവന്മാരെ ഞാനിന്ന് ഈടാ അവനിത് എവിടെ പോയി കിടക്കുകയാണ്? ഈ കോപ്പിലെ ബുക്ക് ഇവിടെ ഒന്നും കാണാനുമില്ല. ഇവൻ എന്തിന്റെ കേടാടാ? എനിക്കറിയാൻ പാടില്ല. എനിക്ക് തോന്നുന്ന അമ്മ ഇവൻ എവിടെയാണ് പെറ്റിട്ടേന്ന്. ഓലക്ക അടിപൊളി, കരണ്ടും പോയി. ഭൂമിയിലെ ഇന്ധനം നിലച്ചു. ഇനി നമുക്ക് കുറച്ചേരം വിശ്രമിക്കാം. ശവം, ഇവനൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഉറങ്ങാൻ പറ്റണേ? അതെന്തൊരച്ച
രാമ 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 ദൈവമേ ഞാൻ വല്ല അമ്പലത്തിലാണ് കിടന്നത്. ഞാൻ നീ എന്തിനാ ഇങ്ങനെ രാമരാമ ചേട്ടന് രാമരാമ ചൊല്ലി ഞാൻ പാട്ടോടെ കേട്ടിട്ടില്ലേ രമ 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 കിട്ടെ വലിയ കിട്ടെ സീതാ 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 കിട്ടെ തലയെ കിട്ടെ. ആ കറണ്ട് ഒന്നുമില്ലോ, ഇനി വാ ബുക്ക് പോയി തപ്പാം. ആ ഞാനൊന്നുമില്ല, നീ പോയി തപ്പിട്ടോ. അതങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. മര്യാദ എണീച്ചോ. എന്ത് നിനക്ക് ഒറ്റയ്ക്കാൻ പേടിയാണോ? പേടി ആർക്ക്? എനിക്കാ പേടി. എന്നെ കണ്ടേ പേടിക്കും, മനസ്സിലായോ? ആണല്ലേ, എന്നാ ഒറ്റയ്ക്ക് തപ്പിട്ടോ. ആടാ ഞാൻ പോവും, ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകും. ഓ പണ്ടാറോ. ആഹാ, ഭൂമിയിലെ ഇന്ധനം വീണ്ടും നിലച്ചു. നീ പോയി തപ്പിട്ടോ, ഞാൻ അവിടെ കിടന്ന് റെസ്റ്റ് എടുക്കട്ടെ. പാട്ടി അയ്യോ, വലിയ കാര്യത്തിൽ എണീറ്റും വന്ന് മുന്നോട്ട് പോകാൻ പേടിയാന്ന്. തിരിച്ചു പോയിരുന്നാലോ? അയ്യേ, തിരിച്ചു പോയിരുന്ന എന്റെ ഓറ പോവല്ലോ. ദൈവമേ, എന്തോ ചെയ്യും? നീ എന്തിനാ പഠിക്കണേ? നിന്റെ ആലയിലെ ഫ്ലാഷ് അല്ലേ? പിന്നെ കൊന്തിട്ടില്ലേ? മമ്മി എപ്പോഴും പറയും കൊന്തടറ ചെറുക്ക. അപ്പൊ പുച്ഛം അനുഭവിച്ചോ? ഒന്നുമില്ല, നേരെ പോവാ, ഫ്ലാഷ് അടിക്കുക, ബുക്ക് തരിക. ഇതൊക്കെ എവിടെ കൊണ്ടുപോയാണോ വെച്ചത്? ഈശ്വരാതെന്താ വെച്ചാ ഈശ്വരയാ സഭയെ കൂട്ടിലേക്ക് കുഞ്ഞാടാ കുട്ടികളാ ഒഴിഞ്ഞു പോ സൈത്താനേ. അയ്യോ പിന്നെ സോറി ട്ടോ. ഓക്കെ ഇല്ലേ കുട്ടി? പ്രശ്നമൊന്നുമില്ലല്ലേ? എന്തോ വരുന്നേ, നേരെ വിളിക്കണേ. അപ്പൊ ശരി വിട്ടോടാ പണിവാളി. ஓர பார்வையால என்ன செஞ்சுட்டாளே, காதல் அம்பு விட்டு என்ன செஞ்சுட்டாளே. எனக்கு நீ ஈஸியெல்லாம் பேசி பேசி கரெக்ட் பண்ணுவேன். ஒல்ல பண்ணி அலையாம பிரியாம ஜழகிற காதலே வேணாம். எனக்கு உன் ஜாதகமோ வேணாம், ஒப்பாம சம்மதமோ வேணாம். உனக்கு நித்த சேர்த்து வச்ச சொத்து சொகம் எதுவுமே வேணாமா வேணாம். உள்ளம் திண்டாடுதே, உன்னை கொண்டாடுதே, உன்னை பார்க்க 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 மனம் தள்ளாடுதே. உள்ளம் திண்டாடுதே, என்ன பண்ணாடுதே, உன்னை தேடி 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 நெஞ்சு அல்லாடுதே.